ആണും പെണ്ണുമായി കൂട്ടുകെട്ട് നടത്തും, ചുംബിക്കും, കെട്ടിപ്പിടിക്കും, മൊബൈൽ സന്ദേശങ്ങളൊക്കെ നടക്കും, വ്യഭിചരിക്കും, എല്ലാ സംവിധാനങ്ങളും നടക്കും. പക്ഷേ ആർക്കും ചോദിക്കാൻ അവകാശം ഉണ്ടാവുകയില്ല. ഒരാണും പെണ്ണും ഒളിച്ചോടിയാൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി നീ ഇഷ്ടപ്പെടുന്ന കാമുകനോടൊപ്പം കാമുകനോടൊപ്പം ഒളിച്ചോടി തന്നെയാണ് പോകാനുള്ള അനുവാദം കോടതിയിൽ നിന്ന് ഗവൺമെന്റ് വാങ്ങിത്തരും. വാപ്പാക്ക് സ്ഥാനമില്ല, ഉമ്മാക്ക് സ്ഥാനമില്ല. എത്ര വൃത്തിഹീനമായ അശ്ലീലമായ പരിപാടികൾക്കും ദുനിയാവ് നിനക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്യുമത്രേ. ശരിയല്ലേ? കോടതിയിലേക്ക് നമ്മുടെ മോളെ കൂട്ടിട്ട് പോകും. ഒളിച്ചോടി പോകുമ്പോൾ കോടതിയിൽ പോകുമ്പോൾ കോടതി ചോദിക്കുമ്പോൾ പറയുന്ന വാക്കെന്താ? എനിക്ക് കാമുകന്റെ കൂടെ പോയാൽ മതി. അതല്ലേ പറയുന്നത്. 18 വർഷം 20 വർഷം വരെ പഠിപ്പിച്ച മാതാപിതാക്കൾ എവിടെ? ആ ഉമ്മ എവിടെ? ഉപ്പ എവിടെ? ആ ഉമ്മയുടെ ചാരത്ത് കിടന്ന് വളർന്ന പൊന്നുമോളെ ഒരു ദുർബല നിമിഷത്തില് കോളേജിന്റെ പരിസരത്ത് വെച്ച് ഏതെങ്കിലും ഒരു വൃത്തികെട്ടവന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് അവന്റെ കള്ളലാളിത്യത്തിലും സ്നേഹത്തിലും വ്യാജവിദ്യയിലും വീണുകൊണ്ട് വർഷങ്ങളായി ആറ്റുനോട്ടിനെ വളർത്തിയ നിനക്കെല്ലാ താങ്ങും തണലും സഹായ സംരക്ഷണങ്ങളും നൽകിയ എന്റെ പൊന്നുപ്പയെ, നിന്റെ പൊന്നുമ്മയെ കാലിന്റെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാലി കൊണ്ട് നീ വലിച്ചെറിഞ്ഞില്ലേ മോളെ? അപ്പൊ വേണ്ട, ഉമ്മ വേണ്ട. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. കോടതിയെ സപ്പോർട്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു തുസബ്ബു അലൈക്കും ദുനിയാ സബ്ബാ ലാ തഖൂമു സഅ അദ്നാ ഹത്താ അദ്നാ സദീഖഹു വഖസാബാ. ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും യോജിക്കുന്ന ഒരു കാലം വരികയും മാതാപിതാക്കളെ അവഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം വരുന്നത് വരെ ലോകം അസ്തമിക്കുകയില്ല. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സുവർണ്ണ മക്കളെ ഹബീബായ തങ്ങൾ വന്ന വാക്കാണ്. സംഭവിക്കുന്നല്ലേ? ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞ 3 കാര്യം ഞാൻ ഭയപ്പെടുന്നതിൽ. ഒന്ന്, നിങ്ങൾക്ക് ദുനിയാവ് അങ്ങോട്ട് തുറന്നു വരുമല്ലോ, അടിച്ചു പൊളിക്കാം. നല്ല വീട്, നല്ല പെണ്ണ്, പിന്നെ യാത്ര പോകുമ്പോ ഒക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണ്, ഹോട്ടലിൽ അടിപൊളി പെണ്ണുങ്ങള്, ഇഷ്ടമുള്ള വാഹനം, ആഡംബര വാഹനങ്ങള്, ആരും ചോദിക്കാനൊന്നുമില്ല, ഇഷ്ടമുള്ള മദ്യം, ഇഷ്ടമുള്ള ബിയർ, ആരെ വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് മുഴുവനും അല്ലാഹു തുറന്നു തരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമായി. എവിടെ 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 കേട്ടോ? 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തെടുക്കണമേ. അതിലൊന്നാമതിന് വിധങ്ങൾ പറഞ്ഞ വാക്ക് ഇമാരത്ത് സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികൾ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദീനുമായി നിങ്ങൾ അടുക്കണേ. വിഡ്ഢികളായ ഭരണാധികാരികൾ വരും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാ. വിശുദ്ധമായ ഹറമിന്റെ മണ്ണ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് അല്ലാഹുവിന്റെ ശിർക്കിനെ ആ നാട്ടിൽ നിന്ന് പായിച്ച മണ്ണാണ്. തൗഹീദിന്റെ കൊടി കുത്തപ്പെട്ട മണ്ണിന് എല്ലാ ഹറാമുകൾക്കുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും അതിനുള്ള ലൈസൻസും കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുത്തായ ഹബീബായ തങ്ങൾ പറഞ്ഞത് 21ാം നൂറ്റാണ്ടിന്റെ സുപ്രഭാതത്തിൽ അത് യാഥാർത്ഥ്യമായില്ലേ? നിങ്ങൾ വിചാരിക്കും സൗദി അറേബ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പലത വേണ്ട, പെണ്ണുങ്ങൾക്ക് ലൈസൻസ്, നാടകങ്ങള്, സിനിമാ തിയേറ്ററുകള്, ബാറുകള്, ഇതെല്ലാം അവിടെ തുടങ്ങാൻ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് അതേ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ മുത്ത് പറഞ്ഞത് പരിശുദ്ധമായ ദീൻ ഹറമൈനി ശരീഫൈനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടം വരും സ്വഹാബ. ആ കാലഘട്ടം ഈ ലോകത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാലഘട്ടമാണ്. മദീന, പരിശുദ്ധമായ ഈമാൻ, പരിശുദ്ധമായ ഇസ്ലാം, അത് മദീനയിൽ കിടന്ന് മാത്രം കളിക്കുന്ന ഒരു കാലം വരുമത്രേ. മക്കയിൽ മാത്രം ഒതുങ്ങുന്ന
ഉറങ്ങുന്ന കാലം വരുന്നത്രേ. ബാക്കിയുള്ള പ്രാന്തപ്രദേശങ്ങളിലൊന്നും അള്ളാഹുവിന്റെ ദീനിനെ ഒരു അംശം പോലും ലവലേശം പോലും സ്വീകരിക്കാത്ത നാമധാരികളായ മുസ്ലിമീങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാലം വരുന്നതുവരെ ലോകം അസ്തമിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വന്നു തുടങ്ങിയോ? അള്ളാഹു റസൂൽ നമ്മൾ പറഞ്ഞ നമുക്ക് ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വലിയ വിഷമമാണ്. സൗദി അറേബ്യയിൽ സിനിമ തിയേറ്റർ തുറന്നു, ഹജ്ജിന് പോകുന്നതിനേക്കാൾ ആള് കൂടുതലാണ്. ഇവിടെ മസാജ് സെന്റർ തുടങ്ങി. നിങ്ങൾക്ക് അറിയോ? ഒന്നും പറയാൻ പറ്റില്ല. മസാജ് സെന്റർ നേരത്തെ പറഞ്ഞ പോലെ കുണ്ടന്മാരുടെ മസാജ് സെന്റർ ഉണ്ട്. ഇന്നലെ ഒരു ചങ്ങാതി ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്ന് ഇന്നലെ എന്നോട് അറബികൾ ക്യൂ നിൽക്കാം. ഫിലിപ്പൈനികളെയും അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് മസാജ് ചെയ്യിപ്പിക്കും. ഇതിനെ മസാജ് ചെയ്യിപ്പിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞു നടക്കണ്ടേ എന്റെ പൊന്നു സഹോദരങ്ങളെ? നിങ്ങൾ ഈ കരുവയിൽ കരിമീൻ തിന്നോണ്ടിരുന്നാൽ മതിയോ? ഇതൊക്കെ കേൾക്കണ്ടേ? നബിതങ്ങൾ പറഞ്ഞ വാക്കായി ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു നോക്കണ്ട. വിഡ്ഢികളായ ഭരണാധികാരികളെ അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തു വരണമേ. നബിതങ്ങൾ അടുത്തില്ലാത്ത കേട്ടോ. എല്ലാം സെയിം കറക്റ്റ് കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോട് നബിയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആദക്കല്ലാഹു യാ കഅബു മിൻ ഇമാറത്തി സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികളെ തൊട്ട് അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. നല്ലപോലെ മനസ്സിലാവും. ശ്രദ്ധിച്ചിങ്ങോട്ടിരുന്നോ കേട്ടോ. കുറെ കാര്യം പറയാനുണ്ട്. നല്ലപോലെ കേൾക്കണം. 10 നിർത്തിയേക്കാം. പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് വിട്ടേക്കാം. വിഷയം കേൾക്കട്ടെ, കാര്യങ്ങൾ കേട്ടെ, പഠിക്കണ്ട. മഴ പെയ്യും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എല്ലാം ഹദീസ് ഓതിട്ടാണ്. എനിക്ക് പിന്നെ മറച്ചേക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം ഹദീസാ. സംശയമുള്ളവർ വന്നു ചോദിച്ചോ, പറഞ്ഞുതരാം. ഏതൊക്കെ കിതാബ് കൊണ്ട് നിങ്ങളുടെ തരും, നിങ്ങൾ തന്നെ വായിച്ചോ. വായിക്കും തരാനൊന്നും പറ്റില്ല. പള്ളിയും പുള്ളിയൊന്നും കാണൂല സംഭവം. വായിക്കാൻ അറിയാവുന്നവർ വേണം വായിച്ചു തരും. നല്ലപോലെ വായിച്ചു തരും. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല നബിതങ്ങളെ സമീപിച്ചപ്പോ നബിതങ്ങൾ ആ സഹാബിയോട് പറയുകയാണ്, ആദക്കല്ലാഹു യാ കഅബു മിൻ ഇമാറത്തി സുഫഹാ. വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, വമാ ഇമാറത്തു സുഫഹാ യാ റസൂലല്ലാഹ്. വിഡ്ഢികളായ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഉമറാഉ യകൂനൂന ബഅദീ. ഒരു വിഭാഗം അമീറന്മാരാണ്, ഒരു വിഭാഗം നേതാക്കന്മാരാണ്, ഒരു വിഭാഗം രാജാക്കന്മാരാണ്. യകൂനൂന ബഅദീ, എനിക്ക് ശേഷം അവരെ കടന്നു വരും. ലാ യഖ്തദൂന ബിഹദീ, എന്റെ സുന്നത്തിനെ, എന്റെ ഹിദായത്തിന്റെ വഴികളെ, ഞാൻ പഠിപ്പിച്ച സന്മാർഗത്തെ അവർ പിൻപറ്റുകയില്ല. സിനിമ ഹറാമെന്ന് പറഞ്ഞു, ഹലാലാക്കിയവരെ കൊണ്ടുവരും. വ്യഭിചാരം ഹറാമെന്ന് പഠിപ്പിച്ചു, ഹലാലാക്കിയവരെ കൊണ്ടുവരും. ഉക്ക വലിക്കലും മദ്യപിക്കലും ഹറാമെന്ന് ഞാൻ പഠിപ്പിച്ചു, അത് ഹലാൽ എന്ന് പറഞ്ഞവരെ കൊണ്ടുവരും. പരതയിട്ട് ഇസ്ലാമിക വേഷത്തോടെ നടക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു, പരത വേണ്ട, പാശ്ചാത്യന്മാരെ പോലെ ഇന്നറിട്ട് നടന്നോ എന്നവർ പറയുമത്രേ. അതാണ് ലാ യഖ്തദൂന ബിഹദീ, എന്റെ ഹിദായത്തിന്റെ വഴികളെ അവർ പിൻപറ്റുകയില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, ഞാൻ സുന്നത്തായ മാർഗങ്ങൾ എന്താണോ പഠിപ്പിച്ചത് ആ സുന്നത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുകയും ആ സുന്നത്തായ മാർഗത്തെ അവർ അവഹേളിക്കുകയും അതിനെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അവർ കൊണ്ടുവരുന്ന ആ വ്യാജവാദത്തെ ആരെങ്കിലും അംഗീകരിച്ചാൽ, വഅആനഹും അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ, സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്തപ്പോ ആണും പെണ്ണുങ്ങളും കൂട്ടം കൂട്ടമായി അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം, അത് കാണാതിരിക്കേണ്ടതിന് പകരം ആര് അതിലേക്ക് പോയി അത് കാണാനും അതിന് പ്രചോദനം നൽകാനും പ്രോത്സാഹനം നൽകാനും ആര് തയ്യാറായാൽ, ഉലൈക ലൈസൂ മിന്നീ വലസ്തു മിൻഹും
ലോകത്തിന്റെ മുത്ത് ഏതൊരു മണ്ണിൽ നിന്നാണോ പറഞ്ഞത് അതേ നാട്ടുകാർക്ക് തിരിച്ചടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക്. അങ്ങനെ ആ കുട്ടികളായ ഭരണാധികാരികളെ സഹായിക്കുന്നവർക്ക് അവരെന്നിൽ പെട്ടവരുമല്ല, ഞാൻ അവരിൽ പെട്ടവരുമല്ല. വലം യരിദൂ ഹൗദി, എന്റെ ഹൗദിന്റെ അരികിൽ അവർ വരികയില്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അവർ കുടിക്കുകയുമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. സംഭവിക്കണമല്ലോ, ഖിയാമത്ത് സംഭവിക്കണ്ടേ? കാലാകാലം വരോട് ജീവിക്കാൻ പറ്റും നമുക്ക്. മക്കയിലും മദീനയിലായിട്ട് ഇപ്പൊ ഒതുക്കാൻ പോവാണ്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ലാകാം. ഞങ്ങൾ പറഞ്ഞു ഈ ഈമാൻ രണ്ട് മസ്ജിദിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നു. ആ രണ്ട് മസ്ജിദാണ് മക്കയും മദീനയും. അത് ഒതുക്കാനല്ല അടുത്ത പ്ലാൻ. അത് ഒതുക്കാൻ അടുത്ത പ്ലാൻ അവർക്കപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് കിട്ടില്ല. ഹൗലിന് വെള്ളമില്ല, അവരുടെ നെഗി ഞാനുമല്ല, അവരെന്റെ ഉമ്മത്തികളുമല്ല. അപ്പൊ പിഴച്ചു പോയി. നൗദുബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കേവലം ദുനിയാവിലൊരു വിചാരത്തിന് ഒരിത്തിരി രണ്ട് ഡ്രം അടിക്കാനും രണ്ട് സിനിമയും കണ്ട് രണ്ട് പെണ്ണുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഒരു 2 ദിവസത്തേക്ക് വേണ്ടി 2 സുഖം കിട്ടിയിട്ട് എന്ത് കിട്ടാനും പിന്നെ അവിടെ കാലാകാലം ആ നരകത്തിന്റെ കിണറ്റിൽ പോയി കിടക്കാനാണോ? ആര് തിരിഞ്ഞു നോക്കാം? അടിയിൽ കൂടെയും തീ, മുകളിൽ കൂടെയും തീ, സൈഡിൽ കൂടെയും തീ, മലക്കട കുത്ത്, അവിടെ പാമ്പ്, ഇവിടെ പാമ്പ്. അല്ലോ വേണ്ട പടച്ചവനെ, മരിക്കുന്നത് വരെ എന്നെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ തോന്നിക്കുന്നു. അല്ലോ അത് മതി. നമുക്ക് സുഖമൊക്കെ നീ അവിടെ തന്നാൽ മതി. പഠിച്ചാൽ ഇവിടെ ഒരു സുഖം വേണ്ട. പഠിച്ചാൽ അവിടെ തന്നാൽ മതി, ഇവിടെ വേണ്ട. അഭിപ്രായമുള്ളത് എന്താ വാക്കാണ്? നമുക്കെല്ലാം സഹിക്കാം. അപ്പൊ ഒറ്റ വാക്കിൽ നമ്മൾ ഉലായിക്ക് ലൈസുമിനി വലസ്തുമില്ല, അവരെന്റെ അനുയായികളുമല്ല, ഞാൻ അവരിൽ പെട്ടവരുമല്ല. ആ ഒരു വാക്കാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ബാക്കിയൊന്നും നമ്മൾ സഹിക്കാം. നബിതങ്ങൾ നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ല. പിന്നെ ആരെ നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്യാം? നമുക്ക് നാളെ ആരെ ശഫാഅത്ത് ചെയ്യാം? റസൂലുള്ളാഹിയുടെ ശേഷം പറയുകയാണ്, ആരെങ്കിലും അവരെ തിരസ്കരിച്ച് നിഷേധിച്ചു തള്ളിയാൽ, അവരെ കൊണ്ടുവന്ന കാര്യത്തെ അംഗീകരിക്കാതിരുന്നാൽ, അവരുടെ അക്രമത്തിന് സഹായം നൽകാതിരുന്നാൽ, അവരെണ്ണപ്പെട്ടവരാണ്, ഞാൻ അവരുടെ പ്രവാചകനാണ്, അവരെന്റെ ഹൗദിന്റെ അരികിലേക്ക് വരും, ഞാൻ അവർക്ക് വെള്ളം കുടിപ്പിക്കും. ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾക്കത് മതി റബ്ബേ, ഞങ്ങൾക്കത് മതി. നമുക്കല്ലാതെ ഭൗതികവാദികളുടെ പിന്നാലെ വന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചൊന്നും ഇതിനെ മരിക്കണമെന്ന് ആഗ്രഹമില്ല. നല്ല അവസ്ഥയിൽ ജീവിച്ച് നല്ല അവസ്ഥയിൽ മരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളെ ഭരണകൂടം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലേക്ക്, ആദ്യം പറഞ്ഞതിലേക്ക് ഞാനൊന്ന് കിടക്കാം. ഈ വിഡ്ഢികളായ ഭരണാധികാരികൾ കടന്നു വരാനുള്ള കാരണം എന്താണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലം യൻഖുമൂ അഹദല്ലാഹി വഅഹദ റസൂലിഹി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം വജൗരി സുൽത്താൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം വഅഖദൂ ബഅദ മാ ഫീ ഐദീഹിം കമാ ഖാല റസൂലുള്ളാഹി. അധികാരികൾ നമ്മുടെ മേൽ കടന്നാക്രമണം നടത്തുന്നു, ഇസ്ലാമിക ശരീഅത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. എന്താ കാരണം? വലം യൻഖുദൂ അഹദല്ലാഹി വഅഹദ റസൂലില്ലാഹ്. മുസ്ലിം ഉമ്മത്തേ, മുസ്ലിം സഹോദരങ്ങളെ, മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ്. മരിക്കുന്നവരെ, ഖബറിലേക്ക് എത്തുന്നവരെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ച് വേണം നമസ്കരിപ്പിക്കാൻ. നമ്മുടെ മയ്യത്ത് മുസ്ലിമീങ്ങൾ വേണം കഫൻ പൊതിയാൻ. നമ്മുടെ മയ്യത്ത് മുസ്ലിമീങ്ങൾ വേണം താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഖിബലയിലേക്ക് തിരിച്ചു വെച്ച് വേണം നമ്മുടെ മയ്യത്തടക്കാൻ. ആ ഖബറിന്റെ അരികിൽ നിന്നൊന്ന് ദുആ ചെയ്യാനുള്ള സത്യവിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം. അങ്ങനെയുള്ള നല്ല ഒരു മയ്യത്താണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്,
പറയുകയാണ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇടപാടുകളും കടപ്പാടുകളും നിങ്ങൾ മുറിച്ചു മാറ്റരുതേ. അങ്ങനെ മുറിക്കുന്ന ഒരു കാലം വന്നാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, നിങ്ങളല്ലാത്ത തെമ്മാടികളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ അടിച്ചൊതുക്കുമത്രേ. വജൗരി സുൽത്താനി അലൈഹിം, അധികാരികൾ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമത്രേ. നബിയുടെ റസൂലുള്ളാഹി മോഡിയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുറ്റം മൊത്തം നമ്മളുടെ. ഹബീബായി ഞങ്ങൾ പറഞ്ഞ വാക്കല്ലേ, ജൗരി സുൽത്താൻ അല്ലെങ്കിൽ നമ്മുടെ സുൽത്താന്മാര് അധികാരികൾ നമ്മുടെ മേൽ കടന്നാ നടത്തുന്നു. നിസ്കരിക്കാൻ പോകണമെന്ന് പറയും, ഹജ്ജിന് പോകണ്ടെന്ന് പറയും, പള്ളി ജുമാ വേണ്ടെന്ന് പറയും. ജുമാക്കൊന്നും യൂപ്പിലും ജുമാക്ക് സമ്മതിക്കുന്നില്ലല്ലോ. ജുമാ നിസ്കരിപ്പിക്കാൻ റോഡിലൊന്നും നിസ്കരിക്കാൻ പറ്റില്ല. 5-6 മഖ്ബറൊക്കെ പൊളിച്ച് അമ്പലമാക്കിയല്ലോ. പള്ളികളൊക്കെ സ്കെച്ച് ചെയ്തിട്ടാണ് ഹൈവേ ഒക്കെ പോകുന്നത്. നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ? കരിമീനിൽ നിന്ന് കൊഞ്ചിൽ നിന്ന് നല്ല സൂചിച്ച് കടന്നോ വല്ല അറിയുന്നുണ്ടോ? എന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇവിടെ വല്ലപ്പോഴൊക്കെ ഒന്ന് അറിയണം. വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്ക്. നമ്മള് കേരളത്തിൽ അള്ളാഹുന്ന കുറച്ച് നിയമത്തെന്നും പറഞ്ഞിട്ട് നമ്മള് ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് എന്തേ മനസ്സിലാക്കാത്തത്? ചുമ്മാ നിസ്കരിക്കാൻ പറ്റുന്നില്ല, നിസ്കരിപ്പിക്കുന്നില്ല. എന്താ കാരണം? നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള ഹക്കുകൾ പാലിക്കുന്നില്ല. ഇവിടെ അടിയാ, പള്ളിക്കടത്ത് അടിയോടടി. പള്ളിയിൽ മുസ്ലിയാരെ മെമ്പറിൽ നിന്ന് കാലം പിടിച്ച് വലിക്കുകയാണ്. പ്രസിഡന്റിനെ പൊക്കെടുത്ത് അവധി എറിയാണ്. സെക്രട്ടറിയെ ബാത്റൂമിനകത്ത് കൊണ്ട് കൂട്ടി താക്കോലെടുത്ത് പോക്കറ്റിട്ട് നടക്കുകയാണ്. അടിയോടടി, പള്ളികളിലൊക്കെ അടി, എല്ലാ പള്ളികളും അടി. കേട്ടോ ഇനി അതുമായി ബന്ധപ്പെടുന്നുണ്ട്. അതീത് പറഞ്ഞുതരാം. എല്ലാത്തിനും അതീതുണ്ട്. അതീവേ ഇതൊന്നും നടക്കുന്ന ഈ അതീതില്ലാതെ ഒരു കളി നമുക്കില്ലല്ലോ. എല്ലാത്തിനും അതീത് വെച്ചുള്ള പരിപാടിയല്ല. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തഖൂമു ഹത്താ യതദാഫഅ അഹ്ലുൽ മസാജിദി, മസ്ജിദിന്റെ വക്താക്കളെ തമ്മിലടി ഉണ്ടാക്കുന്ന കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒരു ഇമാമിനെ പോലും അവർക്ക് ഇമാമായി നിൽക്കാൻ കിട്ടുകയില്ല. അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരു മുഅല്ലിമിനെ, ഒരു ഉസ്താദിനെ കിട്ടുകയില്ല. ബാങ്ക് വിളിക്കാൻ ഒരു മുഅദ്ദിനെ കിട്ടുകയില്ല. കാരണം അവിടേക്ക് വരാൻ, ആ പള്ളിയിലേക്ക് വരാൻ പേടിയാണ്. അത്രത്തോളം ക്രൂരന്മാര് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. നമ്മൾ ഏതെങ്കിലും പള്ളിയിലേക്ക് ജോലി എടുത്ത് പോകുമ്പോൾ ചോദിക്കും, അളിയ കൂട്ടുകാരന്മാരാണ് ചോദിക്കും, അളി എങ്ങനെയുണ്ട് കമ്മിറ്റി? നീ വരല്ലേ, രണ്ടാമത്തെ കൊത്തുപാടും നിന്നെ അമ്മാര് പിടിച്ച അവളോട് ഒന്നാമത്തെ കൊത്തുമ്പോ നോക്കും അതെന്ത് കുഴപ്പമുണ്ട്. നീ എതിരായ ഒരാളവിടെ കമ്മിറ്റിക്കാരാ വന്നിരിക്കുന്നെങ്കിൽ നിന്നെ മെമ്പറിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അതോടുകൂടി എന്റെ കാര്യം കെട്ടപ്പോ. അതുകൊണ്ട് അളിയ നീ പള്ളിയില്ല, നീ ഏതെങ്കിലും തൈക്കാവിൽ പോയി ജോലി എടുത്ത് ഇങ്ങോട്ട് വരണ്ട. ഒരുപാട് ഉസ്താദന്മാരിപ്പോ ഓറഞ്ച് കച്ചവടം തുടങ്ങി, ആപ്പിൾ കച്ചവടം തുടങ്ങി, കുടിക്കച്ചവടം തുടങ്ങി, പരദാക്കടയിടാൻ തുടങ്ങി. എന്തേ കാരണം? സ്വസ്ഥമായി പള്ളിയിൽ പോയി പ്രസംഗിക്കാനും ഇമാമത്തിക്കാനും വയ്യ. ലോഹറിന് പ്രസിഡന്റ് പറയുന്ന പോലെ നിൽക്കണം, അസറിന് സെക്രട്ടറി പറയുന്ന പോലെ നിൽക്കണം, മഗ്‌രിബിന് ഖജാൻജി പറയുന്ന പോലെ നിൽക്കണം, ഇശാക്കും സുബഹിക്കും കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ. നമ്മളെങ്ങനെ നിൽക്കുക? ചെറിയ സൂറത്ത് ഉപയോഗിച്ച് ഓതിയാൽ മതി എന്നൊരു കമ്മിറ്റിക്കാരൻ. വലിയ സൂറത്ത് നിങ്ങൾ ഉറക്കെ എഴുന്നേറ്റ് വരുമ്പോൾ കുറെ താമസിക്കും, വെള്ളമൊക്കെ കയറി വരാനുള്ളതാണ്. അതുവരെ ജമാഅത്ത് കിട്ടണം, അതുവരെ മുസ്ലിം നീട്ടണം. ആകപ്പാട് വലിയ നീളമുള്ള സൂറത്ത് യാസീൻ മാത്രം അറിയാം, അതിനപ്പുറത്ത് വേറെ സൂറത്ത് നമുക്ക് അറിയത്തുമില്ല. പിന്നെ അങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഏത് മൂവിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? സൂര്യ ഉദിച്ച് അസ്തമിക്കും. ഇങ്ങനെ വരുന്നവരെ ചില പള്ളി ഞാൻ 25 വർഷമായിട്ട് പള്ളിയിൽ നിന്നിട്ടുള്ള പരിചയം കൊണ്ടൊക്കെ ഈ പ്രസംഗിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ കൊട്ടേഷൻ വിടുന്നവന്മാർ നിസ്കരിക്കാൻ വരുമോ? അതുമില്ല. നീട്ടി നിസ്കരിക്കണം എന്ന് പറയുന്നവർ കൊട്ടേഷൻ വിട്ടോ നിസ്കരിക്കാൻ വരികയില്ല. ഒരു ദിവസം ചങ്ങാതി തന്നെ ഇങ്ങനെ പറഞ്ഞിടങ്ങാറൊക്കെ വരുന്നത് വരെ ഞാൻ നോക്കിയെന്ന് വന്ന് അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. അവന്റെ ഒടുക്കത്തെ നിസ്കാരമായിരുന്നു അത്. 25, 30, 35 മിനിറ്റോളം ആ നിസ്കാരം എടുത്തു. നിസ്കാരം കൂടിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, നിസ്കാരം നീണ്ടുവെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ നമ്മൾ തന്നെ ചോദിക്കത്തില്ല, നീ എന്നല്ലേ പറഞ്ഞ നിസ്കാരം ചെറുതാ. ഇയാള് വരുന്നവരെ നോക്കിയെന്ന് അക്രമ തമാശ പറഞ്ഞല്ല ഞാൻ ഒരു. പിന്നെ അയാളെ ഒരു അഭിപ്രായം വരുന്ന ഉസ്താദേ ഇച്ചിരി അയച്ചു വിട്ടൊക്കെ നിസ്കരിച്ചാൽ മതി കേട്ടോ, ഇച്ചിരി അയച്ചു വിട്ട് വളർന്നു. അങ്ങനെ പറയണം കാക്ക, അങ്ങനെ പറയണം. നിങ്ങൾക്ക് എന്ത് ഇച്ചിരി നീട്ടാൻ പറഞ്ഞത്, ഇപ്പൊ നീട്ടിയപ്പോ എന്താ നിങ്ങൾക്ക് ഇച്ചിരി കുഴപ്പമായി പോയില്ലേ?
ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് കരുതണ്ട, നിങ്ങൾ മൊത്തം കാണാൻ പഠിച്ചു വെച്ചേക്കുക. നീട്ടന്റെ അടുത്ത് നീട്ടും, കുറക്കന്റെ അടുത്ത് കുറക്കും. പിന്നെ പിറകെ നിൽക്കുന്നവരുടെ ശാരീരിക അവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ. ഇങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നവരെ അവിടെ ഇമാമം വെച്ച് നെറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അതാണ് പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അധിക വഴക്ക് പള്ളികളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങള്. ചില ഈ കമ്മിറ്റിയിൽ കയറാൻ വേണ്ടി പ്രശ്നങ്ങൾ വരും, പ്രസിഡന്റ് ആകാൻ വേണ്ടി വരും. ഞാനൊരു മഹല്ലിൽ നിന്നു, ആ മഹല്ലിൽ പ്രസിഡന്റ് ആകാൻ വല്ലാഹി സത്യമാണ് ഇട്ട് പറയാണ്, പ്രസിഡന്റ് ആകാൻ വേണ്ടി അവിടുത്തെ ഒരു വ്യക്തിയുടെ കയ്യിൽ 35 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊടുത്തു. എന്റെ പൊന്നു കാക്ക, നിങ്ങള് ഇന്ന ആളിനെ പ്രസിഡന്റ് ആക്കണം, ഈ പൈസ എടുത്തോ. 33 ലക്ഷം രൂപ. 33 ലക്ഷം രൂപ ഇതിനടുത്ത് പറഞ്ഞാക്കണം. അല്ല, അയാൾ വെച്ചൊരു നീതിമാൻ. അയാൾ പറഞ്ഞു ഇന്നിവിടെ നടക്കത്തില്ല, നടത്തുകൊണ്ട് പോയിക്കോളാം. ആദ്യം പറഞ്ഞു ഒക്കെ പള്ളി ഇതൊക്കെ നേരിട്ടുള്ള സംഭവം ഞാൻ പറയില്ല, ഞാൻ ഇല്ലാത്തൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഉള്ളത് ഹക്കായിട്ടോ. 33 ലക്ഷം ആലോചിച്ചു. പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് വാർഡിൽ വോട്ടെടുപ്പ് നടക്കും. എല്ലാ പള്ളി പണ്ടൊക്കെ തന്നെ കൈവക്കലായിരുന്നു. എല്ലാവരും പള്ളിക്കാരെല്ലാവരും കൊള്ളാം, നല്ല ആളാ എന്ന് പറഞ്ഞ് കൈയൊക്കെ പൊക്കി പിടിച്ച് എല്ലാം കേട്ടു. പ്രസിഡന്റ് നമ്മുടെ അബ്ദുൾ റസാഖ് അജിയാര അദ്ദേഹത്തെ എടുത്തോണ്ട് എല്ലാവർക്കും നമ്മുടെ സുലൈമാൻ കാക്ക എടുത്തു. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല, ഇരിക്കട്ടെ. എല്ലാവരും അതിൽ പൈസ ഉള്ളവരെ നോക്കി എടുക്കത്തുള്ളൂ. കാരണം പള്ളി മുസ്ലിംകാർക്ക് പൈസ കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ കടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ട്രഷറർ മാത്രം ഇച്ചിരി സൈനുദ്ദീൻ കാക്കായ എടുക്കാൻ പറയും. മാറുകളവിടെ കടയുള്ളതുകൊണ്ട് ആണെങ്കിൽ അങ്ങേരെ കുടുംബം പട്ടിണിയാലും മൊയിലേറെ പട്ടിണിയാക്കൂലല്ലോ. അതാണ് നടക്കട്ടെ. കുലു തക്ബീർ, അല്ലാഹു അക്ബർ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പാ. പോലീസ് വണ്ടി കൊണ്ട് ആദ്യം ഇടും. പോലീസ് വണ്ടി 3 വർഷം തവാഫ് ചെയ്യണം. അതാ കാബ. അതിനെ തവാഫ് ചെയ്തിട്ടാണ് അടുത്ത പള്ളിയിൽ നിന്ന് വോട്ടെടുക്കുക. അല്ലെങ്കിൽ ഇവിടെ കൈപ്പൊക്കലാണോ? ശരീരത്തിൽ നിയമം അനുസരിച്ച് കൈപ്പൊക്കലാണ് നല്ലത്. ഈ വോട്ടെടുപ്പ് പരിപാടി നല്ലതല്ല. കൈപ്പൊക്കൽ തന്നെയാണ് ഹയർ. എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ ആളിനെ പ്രസിഡന്റാക്കി സെക്രട്ടറിയാക്കി എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്. ശരി, എല്ലാവരും നല്ല പൊരുത്തത്തോടെ തൃപ്തിയോട് കൂടി കയറുക. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അങ്ങോട്ട് പ്രവർത്തിക്കുക, ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അല്ല അവിടെ കയറി അവിടെ പ്രസിഡന്റ് ആയതോ സെക്രട്ടറി ആയതുകൊണ്ടൊന്നും ഈ അള്ളാഹ്ക്ക് വലിയ ഗുണമൊന്നുമില്ല. രണ്ടുപേരെയാണ് അള്ളാഹ് ഇഷ്ടം. രണ്ടുപേരാണ് പള്ളിയുമായി ബന്ധപ്പെട്ട അള്ളാന്റെ കോടതിയിൽ വരുന്നത്. ഒന്ന് അള്ളാഹുവിന് ഏറ്റവും അടുത്ത വ്യക്തികളാണ്. അള്ളാഹുവിന്റെ മസ്ജിദ് ഭരിക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തവർ ശരിയായ വണ്ണം ഒരു ന്യൂനതയില്ലാതെ, പൊരുത്തമില്ലാത്ത നിലയിലല്ലാതെ, പൊരുത്തക്കേടൊന്നും കാണിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി അവന്റെ ഹബീബ് പഠിപ്പിച്ച വഴികളിലൂടെയാണ് ആ മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതെങ്കിൽ അള്ളാഹു പറയും, എന്റെ കസേരയുടെ അരികിൽ നീരുന്നോ, നിനക്കുള്ളതാണ് സ്വർഗമെന്ന് പറയും. അതല്ല, പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷം കേവലം ഒരു മെമ്പർ തന്നെയാകട്ടെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ പള്ളിയിൽ വരുന്നവര് നിങ്ങളെ ശപിച്ചുകൊണ്ടാണ് വന്നു പോകുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, എന്റെ സിംഹാസനത്തിന്റെ അരികിലോട് അവനെ കൊണ്ടുവരേണ്ടതില്ല, അവനെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വലിച്ചെറിയണേ. അവിടെയാണ് മുനാഫിക്കുകൾ താമസിക്കുക. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായിയാണ് അവൻ. ഇസ്ലാമിക വേഷവും കെട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നുകൂടിയിട്ട് പരിശുദ്ധമായ മസ്ജിദുകളെ മലീമസപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് ഒരിക്കലും അവൻ മുകളിലേക്ക് കയറി വരാൻ പാടില്ല. അതുകൊണ്ട് അവനെ നരകത്തിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോടുക. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹും നസീറാ. അവൻ അവിടെ ഒരു സഹായിയും ഒരു കൂട്ടുകാരനുമേ ഇല്ല. അടിയെന്ന് കയറിയാൽ വലിയ പാടാ. അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടിട്ട് എങ്ങനെ കയറി വരും? ഒരു കെട്ടിടം 10-20 നല്ല കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു. അതിനി സുരക്ഷാ സേനയും ആംബുലൻസും അല്ലെങ്കിൽ ഫയർഫോഴ്സും ഒക്കെ വന്നാലും ദ്രുതകർമ്മ സേനയൊക്കെ വന്നാലും അടി കിടക്കുന്നവരെയൊക്കെ പൊക്കി മേപ്പോട്ട് എടുക്കുമ്പോൾ വലിയ പാടല്ലേ? അടി കിടക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടാണ്. പള്ളി കമ്മിറ്റിക്കാരനല്ല എഴുന്നേറ്റ് പോകുന്നല്ലേ? ഞാൻ പൊതുവെ പറഞ്ഞ വിഷയം കേട്ടോ. പള്ളി കമ്മിറ്റിക്കാർ നിങ്ങൾ വിചാരിക്കും ഈ കമ്മിറ്റിക്കാർ അങ്ങനല്ല. ഏത് മഹല്ലി ഇപ്പോൾ ഖിയാമത്തിന് അടയാളം വരുമ്പോൾ പറയുന്ന വിഷയമാണ്. ഇവിടെ ചിലപ്പോൾ നല്ല കമ്മിറ്റിക്കാരായിരിക്കും, അല്ലാഹു അഅലം, എനിക്കതിനെ കുറിച്ചറിയില്ല. അപ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ ചില ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചും പ്രസിഡന്റ് എഴുന്നേറ്റ് പോയി സദസ്യം. പിന്നെ ആരുടെ അടുത്ത് പറഞ്ഞത് പ്രസിഡന്റാണ്. അദ്ദേഹം തൗബാച്ചി ആയിക്കോ അവസരം കിട്ടിയില്ലേ?
പ്രസിഡന്റ് കേട്ട് നവാച്ച ഒരു അവസരം കിട്ടി, നാളെ മുതൽ ഇനി പള്ളിയുടെ ഉത്തരവാദിത്തം അള്ളാന്റെ വീടാ പഠിച്ചത്, എനിക്ക് ഇതിന് ഒരു വഴിയായില്ല, പിന്നെ എന്തിനാ നിന്റെ പിരാക്കും ശാപം കൂടെ ഞാൻ ഏൽക്കുന്നത്, എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളയെ ഭരിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുക, അത് തന്നെ നല്ലത്. ഏറ്റവും നല്ല പ്രസിഡന്റ് പെണ്ണുമ്പിള്ളയുടെ പ്രസിഡന്റ് അല്ല. പള്ളിയുടെ ഉത്തരവാദിത്തം വയ്ക്കുമ്പോൾ അതിനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവിടെ അടിയും പിടിയൊന്നും ഉണ്ടാക്കാനും വടക്കുണ്ടാക്കാനും വളം ഉണ്ടാക്കാനും അവിടുത്തെ കയറി വലിയ മോലാളി ജമയാനൊന്നും പാടില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അള്ളാന്റെ വീട കളി വേറെയാവും, വേറെ സാധനം വീട്ടിൽ കയറി വരും. പിന്നെ നിനക്ക് റാഹത്ത നല്ലൊരു മരണം കിട്ടുകയില്ല, ആക്കുപത്ത് മോശം. അപ്പൊ ആളുകൾ പറയും മോശമായിട്ട് മരിക്കും, പള്ളിയുടെ പൈസ തിന്നവനാ, ഇവ നല്ല രീതിയിൽ ചാവുമോ, ഇവ ഇങ്ങനെയൊന്നും അല്ല ചാവേണ്ടത്, ഇവ ഇനിയും കുറെ ചാവേണ്ടതാ, അനുഭവിക്കേണ്ടതായിരുന്നു എന്ന് പറയും ആളുകൾ. ഉള്ള കാത്തിരിക്കട്ടെ. പൊതുമുതലല്ലേ പണ്ടൊക്കെ മഹാന്മാരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, നിസ്കരിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോ കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ തടവിയിട്ട് ചെരുപ്പിടുകയുള്ളൂ. എന്തിനാണെന്നറിയാം? പള്ളിയിലെ പൊടി ചെരുപ്പിലായി വീട്ടിൽ കൊണ്ടുപോകാതിരിക്കാൻ. അതുകൊണ്ട് കാല് മൊത്തം അങ്ങനെ തടവി കൈ കൊണ്ട് തടയാ പൊടി കളഞ്ഞിട്ടാണ് ചെരുപ്പിടുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മത പാലിച്ചിരുന്നു അന്ന് നിസ്കരിക്കാൻ വരുന്നവര്. തങ്ങളെ പറയുകയാണ്, ഒരു കാലഘട്ടം വരും പള്ളിയിൽ കിടന്നടി ഉണ്ടാകുമത്രേ, അവർക്ക് നമസ്കരിപ്പിക്കാൻ ഒരു ഇമാമ പോലും ഉണ്ടാവുകയില്ല. നമസ്കരിക്കാൻ വരും 10 ദിവസം ഒരു ഇമാമ്, പിന്നെ 10 ദിവസം അടുത്ത ഇമാമ്, പിന്നെ 15 ദിവസം വേറൊരു ഇമാമ്, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഒന്നും റാഹത്താവുന്നില്ല, ഉടനെ പ്രശ്നങ്ങളാകുക. പിന്നെ നല്ല ഇമാമികൾക്കൊന്നും മനസ്സിന് റാഹത്തും കിട്ടുകയില്ല, നിസ്കരിപ്പിക്കാനോ അവിടെ നിൽക്കാനും ഒരു മനസ്സും വരികയില്ല. കമ്മിറ്റിയും ആലിമ്യങ്ങളും കൂടി യോജിച്ചെങ്കിൽ ഒരു മഹല്ല് സംസ്കരണം നടക്കുകയുള്ളൂ. മുലൂക്കുകളും ഉമറാക്കളും ഉലമാക്കളും മുലൂക്കുകളും കൂടി യോജിക്കണം. അപ്പൊ റാഹത്ത. അധികാരികളും കമ്മിറ്റിയും ആലിമ്യങ്ങളോട് യോജിക്കുമ്പോൾ ഒരു മഹല്ല് സംസ്കരണം റാഹത്താക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഉസ്താദന്മാരോടൊന്നും ചോദിക്കില്ല, ഉസ്താദന്മാരോട് യാതൊരു ബന്ധവുമില്ല. നല്ല നല്ല കാര്യങ്ങൾ വരും, ഉസ്താദന്മാരോടൊന്ന് ആലോചിക്കണം, മുഷാവറ ചെയ്യണം. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ഉസ്താദന്മാരെ വിളിച്ചിട്ട്, ഉസ്താദെ നമുക്ക് റമദാൻ വരുന്നു, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തർത്തീബും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇന്നൊരു കല്യാണം കേസിട്ട് വന്നു, അതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഉസ്താദെ നമുക്ക് കാണിക്കാൻ ചില പൈസ കിട്ടിയത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഇങ്ങനെയൊക്കെയാണ്, അത് എന്ത് ചെയ്യണം, അത് ഏതാണ്ട് ഇതിനാണ് ഈ ആലിമ്യങ്ങള്. ഈ ആലിമ്യങ്ങളെ മുല്യാരെ കൊണ്ട് വെച്ചേക്കാൻ എന്തിനാണ് മൗലൂദ് ഓതാൻ, അത്തം പാത്തി ഓതാൻ, എന്തിനാണ് മുല്യാരെ കൊണ്ട് വെച്ചേക്കുന്നത്? അത് നമ്മൾ ചോദിക്കും, നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മയ്യത്ത് സ്കരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ മയ്യത്തിന്റെ നിയമങ്ങൾ എങ്ങനെയാണ്, എന്റെ ഹക്കുകൾ എന്താണ്, ഒരു നാട്ടിലൊരു പ്രശ്നം നടന്നാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗം, അതിനാര് വേണം? അല്ലെങ്കിൽ വിവരമുള്ള പ്രസിഡന്റ് ആയിരിക്കണം. ഇമാം ഇല്ലാത്ത സമയത്ത് ഖുത്ബ ഓതാനുള്ള കഴിവും പ്രാപ്തിയുള്ള പ്രസിഡന്റ് ആയിരിക്കണം ജമാഅത്തിന്റെ പ്രസിഡന്റ്. അതാണ് വേണ്ടത്. ഇമാം എപ്പോഴാന്ന് അറിയത്തില്ല. ഇമാം ചിലപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കീഴുവായി പോയി തൊട്ട് പറയുകയാണ് പ്രസിഡന്റ് നിൽക്കാൻ, പെട്ടെന്ന് അദ്ദേഹമായി അത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും പ്രസിഡന്റിനാണ്. അങ്ങനെയുള്ളവരെ പ്രസിഡന്റ് ആകാവും. അതാണ് ഉമ്മാർ മസാജിദിൽ അള്ളാന്റെ മസ്ജിദ് ഭരിക്കുന്നവർ നമ്മൾ അവരായിരിക്കണം. ഇത് ചന്തയിൽ കൊട്ടക്കാർക്ക് കച്ചവടം നടത്തി, ഉണക്കമ്മീൻ കച്ചവടം നടത്തി ആളെ കൊണ്ടൊന്ന് പ്രസിഡന്റ് ആക്കി ഇരുന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയവാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ആർക്കാ? നാട്ടിലൊരാളും പള്ളി ശവിക്കും ഇരുന്ന് എന്നും ഈ അടിയും വഴക്കും. അതുകൊണ്ട് നബിതങ്ങൾ അന്നേ പറഞ്ഞു, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു ഹത്താ അയസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖുഹാ വകുല്ല സൂഖിൻ ഫുജാറുഹാ. ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ മുത്തായ ഹബീബ് പറഞ്ഞ വാക്കാണ്, ഓരോ മഹല്ലുകളും ഭരിക്കുന്നത് മുനാഫിഖുഹാ, ആ നാട്ടിലെ മുനാഫിഖുകളായിരിക്കും. വകുല്ല സൂഖിൻ ഫുജാറുഹാ, ഓരോ ചന്തയും ഭരിക്കുന്നത് ഏറ്റവും വലിയ തെമ്മാടികളുമായിരിക്കും. അങ്ങനെ ഒരു കാലം വരുന്നത് വരെ ലാ തഖൂമു ലോകം അസ്തമിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ ഖിയാമത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ചന്തയിൽ പോ, രാവിലെ നല്ല വാക്ക് കേൾക്കാൻ പറ്റുമോ? അല്ല, മീൻ കച്ചവടം മീനെടുത്ത് വയ്ക്കുമ്പോ അതെടുത്ത് വയ്ക്കുമ്പോ എടുത്ത് വയ്ക്കുമ്പോ അതൊക്കെ ഈ മീൻ എന്താ വില? നല്ല മീനാണ്, ഇന്നത്തെ വില ഇന്നല്ല. എനിക്ക് വേണമെങ്കിൽ വെട്ടേണ്ട പോലെ എന്റെ ഇടയ്ക്ക് വേറെ നല്ല 3-4 ആയത്തോതിയൊക്കെ അയാൾ ഓടും. നമുക്ക് പറ്റിയ നാടൻ നദി മാർക്കറ്റിൽ. അതാണ് നമ്മൾ ചില വിഷയങ്ങൾ പറയുമ്പോ ചന്തയാവാതറ, നീ ഒരു ചന്തയാവാതറ എന്ന് പറയുന്ന അർത്ഥം എന്താ? നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, ഓരോ കച്ചവട കേന്ദ്രങ്ങളും ഭരിക്കുന്നത് ഫുജാർ, ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കും. കടയിൽ പോടാൻ കളിക്കാൻ പറ്റും. ചില ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കും, നേട്ടന്മാരായിരിക്കുന്ന കട്ടാണികൾ. പോയിട്ട് നിങ്ങൾക്ക് പോയിട്ട് സാധനമൊക്കെ വില കഴിച്ചിട്ട് എടുക്കാതൊക്കെ ഒന്ന് പോയി നോക്കും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാതെ അവിടെ നിരത്തൊക്കെ നോക്കും.
അവിടെ സാധനം കൂടെ എത്തൂല, തിരിച്ചുകൂടെ വരൂല സാധനം. അങ്ങനെ ചില കേന്ദ്രങ്ങളുണ്ട്, അവര് പറയുന്നത് അവർ തന്നെയാണ് പറയുന്ന പോലെയാണ് തീരുമാനിക്കുക. ആ സാധനത്തിന്റെ വില അത്രയ്ക്ക് നിശ്ചിത, അതേ ഉള്ളൂ, അത് തന്നെ കൊടുത്താൽ മതി. വാക്കുകൾ പറയും, ചീത്ത വിളിക്കും, അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. അങ്ങനെ നമുക്ക് സ്വസ്ഥമായ ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റാത്ത ഒരു കാലം വരും. അതേപോലെ ഓരോ നാടിന്റെ മുഖ്യമായ സ്ഥാനമാനങ്ങൾ ആ അലങ്കരിക്കുന്നത് മുനാഫിഖുകളായിരിക്കും. ഓരോ കബീലകളും ഓരോ ഗ്രാമങ്ങളും ഓരോ മഹല്ലുകളും മുനാഫിഖുഹ ആ നാട്ടിലുള്ള കാപട്യത്തിന്റെ ഉടമകളായിരിക്കും ഭരിക്കുക. എന്ന് പറഞ്ഞാൽ നിഫാഖ് കാണിച്ചാലുള്ളൂ, അല്ല എല്ലാവരും നമ്മളെ മുനാഫിക്കാന്ന് പറയാൻ പറ്റൂല. നഊദുബില്ല. നല്ല ആളുകളുണ്ട്, നല്ല സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. സൂക്ഷ്മത പാലിക്കാൻ അധികാരത്തിന്റെ പേരിലും സമ്പത്തിനു വേണ്ടിയും പണത്തിനും വേണ്ടിയും കയറിയിരുന്ന ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നബീന റസൂലുള്ളാഹി പറഞ്ഞത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഖിയാമത്തിന്റെ അടയാളമാണ് നബീന റസൂലുള്ളാഹി. സലാത്തിന് ശക്തി പറഞ്ഞു, ഇത് പറഞ്ഞപ്പോ എന്താ ശക്തി പറഞ്ഞു? പറഞ്ഞ വാക്കല്ലേ നമ്മൾ ഇല്ലാത്തൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണ് അഭിമായ ഞങ്ങളെ പള്ളിയോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞത്, പള്ളിയിൽ നിങ്ങൾ ബഹളം വെക്കുന്നത് ഒഴിവാക്കണമേ, ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണമേ. അല്ലാഹുവിന്റെ വീടാണ്. അൽ മസാജിദു തുമീഉ ലിഅഹ്ലി സമാ കമാ തുമീഉ നുജൂമു ശംസി ലിഅഹ്ലിൽ അർളി കമാ ഖാല റസൂലുള്ളാഹി. മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള മാലാഖമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന മിനാരങ്ങളാണ്, വിളക്കുകളാണ്. ഇതേപോലെ ആകാശത്തിലുള്ള താരകങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ വെളിച്ചം പകർന്നു തരുന്നത് പോലെ മസ്ജിദിന്റെ മിമ്പർ മിഹ്റാബ് ആകാശത്തിലുള്ള മാലാഖമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുമത്രേ. അതുകൊണ്ട് അത് ഭരിക്കുന്നവര് അല്ലാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണേ, ആഖിറത്തെ വിശ്വാസമുള്ളവരായിരിക്കണേ, നമസ്കാരമുള്ളവരാകണേ. അതല്ലാത്തവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കരുതേ. അങ്ങനെ ഏറ്റെടുത്താൽ അവരുടെ അന്ത്യം മോശമാവുക മാത്രമല്ല, ആരുടെ മണ്ണിലേക്ക് അവർ കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് വരുമ്പോ ഈ പള്ളി തന്നെ നിനക്കെതിരെ സാക്ഷി പറയുമത്രേ. യാ റബ്ബി, പടച്ചവനേ, അത്വലൂനി വളയ്യൂനി വഖറബൂനി, എന്നെ ഖറാബാക്കിയവനാണ് ഈ കിടക്കുന്നതല്ല, എന്നെ നശിപ്പിച്ചവനാണ് ഈ കിടക്കുന്നതല്ല, എന്നോടുള്ള ഉത്തരവാദിത്തത്തിന് വീഴ്ച വരുത്തിയവനാണ് ഈ കിടക്കുന്നതല്ല. ഉടനെ അള്ളാന്റെ മറുപടി, അവനെ എന്നിലേക്ക് വിടുക പള്ളിയെ, മസ്ജിദേ, ഞാൻ അവന്റെ കാര്യം ഏറ്റെടുത്തുകൊള്ളാം. അവനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലാഹു ആണ്, അല്ലാഹു ആണ്, അല്ലാഹു ആണ്. കാരണം നീ ഏറ്റെടുത്തത് അല്ലാഹുവിന്റെ ഭവനമായിരുന്നു. ആ പള്ളി നിനക്കെതിരെ ശപിച്ചിരിക്കുകയാണ്. ആ ശാപം നീ മരിച്ചു പോയാലും നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുമത്രേ. അത് മക്കള് പോലും ഒരു കാലത്തിൽ നിന്നെ പ്രാകും. അതുണ്ടാകാതിരിക്കാൻ ഒന്നുകിൽ അള്ളാഹ്ക്ക് അനുകൂലമായ നിലയിൽ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്ക്. ഇല്ല എങ്കിൽ തൗബ ചെയ്ത് പടച്ചവനെ, എനിക്ക് നിന്റെ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ ഈ പള്ളി എനിക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹ്, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതുകൊണ്ടൊരു ദോഷമുണ്ടാകരുത്. അതുകൊണ്ട് എന്ത് ഞാനിതാ വെച്ച് കെട്ടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ അള്ളാഹ് പറയും, ആ പോട്ടെ, പാമ്പ് പിടിച്ച കുറച്ചാളൊക്കെ മാപ്പാക്കി തരാം. ഇനി വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഒരു ഹദീസ് നിങ്ങളും കൂടെ കേൾക്കണം. ഈ പ്രസിഡന്റിനെ കേട്ടണോ, ഈ കമ്മിറ്റി മെമ്പറിനെ കേട്ടണോ, ഈ ഖജാൻജിയെ കേട്ടണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ വാർഡിലുമുള്ള നിങ്ങളെ പോലെ സാധുക്കളായവരാണ്. നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, മൻ ലാന അലാ മഅസിയ വലൗ കാന ബിശത്തിരി കലിമാ കാന ശരീകൻ ലഹു ഫിഹാ. ആരെങ്കിലും ഒരു മോശമായ കാര്യത്തിന് കേവലം ഒരു കുത്തുപേനയുടെ കുത്തുകൊണ്ട്, ഒരു ഡോട്ട് കൊണ്ട് ഒരു സഹായം ചെയ്താൽ, ഒരു വോട്ട് കൊണ്ട് സഹായം ചെയ്താൽ, ഒരു സിഗ്നൽ കൊണ്ട് സഹായം ചെയ്താൽ, നീ ജയിപ്പിച്ചു വിട്ട ആ കമ്മിറ്റി അംഗങ്ങള് പള്ളിയുടെ പൈസ അടിച്ചു മാറ്റിയാൽ, വോട്ട് ചെയ്ത മെമ്പറെ, നിന്നെയും അല്ലാഹു ഖബറിൽ കിടത്തൂല. ഇരിക്കാൻ വരുമ്പോ നീ വോട്ട് ചെയ്തിട്ടല്ലേ അവൻ ജയിച്ചത്, നീ ഒറ്റയൊരുത്തം പിന്മാറി അവൻ തോറ്റു പോകുമായിരുന്നു, നീ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോയത്? അത് അവനല്ലേ എടുത്തത്. തിന്നടാ നീ ഇവിടെ
വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ചോ ചെയ്യണോ വേണ്ട. വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കണം. ഹദീസാവുന്നത് വേണമെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാറില്ല, വോട്ട് പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. ആ സമയത്ത് എവിടെങ്കിലൊക്കെ മുങ്ങിയേക്കും. കാരണം നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവൻ കയറിയിട്ട് പള്ളി കയറിയിട്ട് ആ പൈസ എടുത്ത് ഖജാൻജിയുടെ താക്കോലാന്റെ കയ്യില ഒരു 20,000 രൂപ ആവശ്യം വന്ന് പെട്ടെന്ന് പോയി പള്ളിയുടെ പൈസ എടുത്തോണ്ട് പോയി തിരിച്ചു മറിച്ചിട്ട് നാളെ കൊണ്ടുവയ്ക്കാം. ആ തിരിച്ചു മറിച്ച് നിനക്ക് അതിൽ നിന്നൊരു ചെറിയ ഗുണം ഉണ്ടായില്ലേ, പിറ്റേ ദിവസം കൊണ്ടുവച്ചില്ലേ, ആ ഗുണം നിന്റെ സമ്പത്തിൽ വന്ന് കയറിയില്ലേ, പള്ളിയുടെ ബൈത്തുൽ മാലിന്റെ പൈസ അല്ലേ. അപ്പൊ നിന്നെ വോട്ട് ചെയ്താലും നിന്റെ ആ വാർഡിലുള്ള ഓരോ മെമ്പർമാര് ഇവൻ തിരിമറി നടത്തിയതിന് മൊത്തം ഈ വാർഡ് മെമ്പർമാരെ മുഴുവനും ഗവർണത്ത് കുത്തുവിട്ടു. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടെങ്കിൽ പോയിട്ട് പറഞ്ഞ ജബ്ബാറെ തോന്നിയാസം പള്ളിക്കകത്ത് കയറി കാണിക്കുക. ഇത് പറ്റുമെങ്കിൽ നല്ലപോലെ നിന്നോ, ഞാൻ നിനക്ക് വോട്ട് ചെയ്തു. എനിക്ക് നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഇപ്പൊ എന്റെ പേരിടി കൊള്ളാൻ വയ്യ. അതുകൊണ്ട് പറ്റുമെങ്കിൽ നീ അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ നീ അതിൽ നിന്ന് രാജിവെക്കും. ഞാനൊന്ന് സലാമത്താവട്ടെ, ഞാൻ അറിയാതെ നിനക്ക് വോട്ട് ചെയ്ത് പോയതാ. ഇനി എന്റെ ഹയാത്തുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുകയില്ല. ജബ്ബാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കമ്മിറ്റിയിലുണ്ടോ അഭിവേ? ഇല്ലല്ലോ. ചിലപ്പോ ചില സ്ഥലത്ത് പേര് പറയുമ്പോ പ്രസിഡന്റിന്റെ പേരായിരിക്കും വരെ അറിയത്തില്ല. ഉദാഹരണം പറഞ്ഞോ, എല്ലാ ഉദാഹരണത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അല്ലാതൊന്നും അല്ല കേട്ടോ. ഓരോ സ്ഥലത്ത് പ്രശ്നങ്ങൾ അഭിവേ. ഞാൻ നിന്ന പള്ളിയിൽ ഞാൻ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ മാറിയോ. കമ്മിറ്റിയിൽ എന്തോ പ്രസിഡന്റ് ഭരണമായി, സെക്രട്ടറി ഭരണമായി, ഇപ്പൊ ഖജാൻജി ഭരണമാണ്. എല്ലാം പ്രസിഡന്റ് കൂട്ടി വെക്കുന്ന മേശ ഖജാൻജി ഒന്ന് കുത്തി തുറക്കും, ഖജാൻജി കൂട്ടി വെക്കുന്ന മേശ പ്രസിഡന്റ് ഒന്ന് കുത്തി തുറക്കും. ഇവർ രണ്ടുപേരും കൂട്ടി വെക്കുന്നത് വേറെ സെക്രട്ടറി ഒന്ന് കുത്തി തുറക്കും. എന്നിട്ട് അവർക്കെതിരെ നോട്ടീസ് അടിക്കുക, അവർക്കെതിരെ പരസ്യപ്പെടുത്തുക. മുസ്ലിമീങ്ങള് ചുമ്മാ ഇരിക്കുവോ? നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ മേലും ഇവിടെ മൊയ്ലിയാർ വിട്ടിരുന്നത് ദ്വാരുക. ഇടിക്കണ, തകർക്കണ, പൊളിക്കണ, ഇറക്കണ, നശിക്കണ, ഇരിക്കണ, കുത്തണ, കീറണ. കുത്തും കീറലും കടിയും കിടിയും കിട്ടുന്നൊക്കെ അമ്മക്ക് തന്നെ. അവന്മാര് നല്ല വതളങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം. ശരിയല്ലേ കേട്ടോ? നമ്മളെ കൊണ്ട് ഇതെല്ലാം ദ്വാരപ്പിക്കുന്ന വല്ല ആവശ്യമുണ്ടോ? നമ്മളവിടെ തടി ഉണ്ടാക്കിയിട്ട് നമ്മളെ മെമ്പറിൽ കുത്തിയിരുന്ന ദ്വാരക്കലോടെ ദ്വാരക്കൽ. എന്റെ ആവശ്യം എന്താ? ഒരാവശ്യമില്ല. കൊള്ളുമ്പോ വീട്ടുകാർക്കും കിട്ടും, തങ്ങൾക്കും കിട്ടും. കൊള്ളു തന്നെ, അല്ലാണ്ട് വേറെ എന്ത്? അതുകൊണ്ട് ഈ പള്ളിയിൽ മെമ്പറിൽ നിന്ന് വാളെടുക്കുമ്പോ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന പള്ളി ഭയങ്കര വാളാ, എനിക്ക് പേടിയാ. ഇതേ സമയത്ത് കമ്മറ്റിക്കാരെല്ലാം വടിയുമ്പോഴൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ആയിരിക്കും എടുത്ത് വീശുന്നത്. അതുകൊണ്ട് ചെറിയൊരു വടിയ ഒരു സുന്നത്തിന് വേണ്ടി നല്ലത്. ഈ വാളൊന്നും വേണ്ട, ജനക്ക് ഈ വാളൊന്നും വേണ്ട. അറിയാൻ പറ്റില്ല ഇതൊക്കെ എടുത്ത് ആർക്കാണ് കിട്ടുന്നത്. മുസ്ലിയാരെങ്ങാനും പോയിട്ട് മധ്യസ്ഥ വയ്ക്കാൻ പറ്റുമോ? ആ സമയത്ത് പ്രസിഡന്റ് മൈലിയാർ എന്നേക്കടല്ല ശരിയാക്കളി ആരാ അത്ര നേരം എന്റെ പറയുന്ന മയത്ത് തിരിച്ചത്. അവൻ അമ്മക്കെതിരെ എടാ ഓടാന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നു കാക്കാൻ നിന്റെ കരിമീണ്ടെന്നോ വല്ലാത്തൊരു കാര്യം. പിന്നെ അവിടെ ഇമാമത്ത് നിൽക്കാവാ മുസ്ലിയാർ. അതാണ് ഒരു ഹദീസ് കേട്ടപ്പോ എനിക്ക് പേടി തോന്നിയത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലാ തഖൂമു ഹത്താ തുഖ്തലൽ ഉലമാഉ കമാ തുഖ്തലുൽ കിലാബ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്താണ് അവരുടെ സ്വഭാവം? ഉലമാക്കളെ അവർ കൊന്നുകളയുമത്രേ. പട്ടികളെ അടിക്കുന്നത് പോലെ, പട്ടികളെ കൊല്ലുന്നത് പോലെ, പട്ടികളെ വെട്ടുന്നത് പോലെ ഉലമാക്കളെ അടിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഉലമാക്കൾക്ക് സ്ഥാനമില്ല. ഉലമാക്കളെ പറയുന്നതിന് പുല്ലുവിലയാണ്. അവരുടെ മേലേക്ക് കടിച്ചു കീറും, അവരെ തെറി വിളിക്കും, അവരെ ചെരുപ്പൂരിയടിക്കും. ഒരു നായുടെ സ്ഥാനം പോലും കൊടുക്കാതെ ഒരു മഹല്ലിന്റെ വക്താവിനെ, ഒരു മഹല്ലിലെ പ്രതിനിധിയായ ആ ഒരു പണ്ഡിതനെ വേദനിപ്പിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല.